കാസ്ട്രോ, അതായത് ഞാൻ ഒരിക്കലും കാസ്ട്രോ അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്. PUBGയുമായി ഡയറക്റ്റ് ഒരു ബന്ധവുമില്ലാതെ നമ്മൾ പേയ്മെൻറ്റോ സബ്സ്ക്രിപ്ഷൻസോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാൻ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ PUBGയിൽ നിന്നും ബാൻ കിട്ടാൻ ചാൻസ് ഉള്ള 20 കാരണങ്ങളെ പറ്റിയാണ് ഗൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾവിംഗ് ഡ്യൂഡ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസസോ, അതായത് നമ്മൾ ജോയിസ്റ്റിക്ക് പോലുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഡിവൈസൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പം അതുപോലുള്ള PUBG കളിക്കുന്നവർ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാൻ കിട്ടും. അതായത് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടും. അത് യൂസ് ചെയ്താൽ മാത്രമല്ല, ഡെവലപ്പ് ചെയ്താലോ അഡ്വർടൈസ് ചെയ്താലോ ട്രേഡ് ചെയ്താലോ എല്ലാം നിങ്ങൾക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. സോ എല്ലാവരും അതുപോലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മേടിക്കാതിരിക്കുക. ഗൈസ്, അപ്പോൾ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻ കിട്ടുമെന്ന് പറഞ്ഞു. സോ ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ, അതായത് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം 3 days വരെ ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യയുടെ ഗെയിം ഡേറ്റാസോ അല്ലെങ്കിൽ ഗെയിം ക്ലയൻറ്റോ സെർവേഴ്സോ വല്ലതും മോഡിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. സോ പോക്കറ്റ് ഡേറ്റാസോ അതുപോലുള്ള ഡേറ്റാസോ കയറ്റി നമ്മൾ മോഡിഫൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതുപോലെ എഡിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടുന്നതായിരിക്കും. നാലാമത്തെ കാര്യം എന്തെന്നാൽ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആയിരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ബഗ്സും ഗ്ലിച്ചസും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഓരോ അപ്ഡേഷൻ വഴിയായിരിക്കും അവർ ശരിയാക്കി എടുക്കുന്നത്. സോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതായത് നമ്മളവരെ ചൂഷണം ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്തെന്നാൽ നമ്മളൊരാളെ വംശീയപരമായോ അല്ലെങ്കിൽ അയാളുടെ ജെൻഡർ അനുസരിച്ചോ നമ്മൾ അയാളെ വിവേചനം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിമിനേറ്ററി ആക്ട് അനുസരിച്ചുള്ള പെർമനൻറ്റ് ബാനാണ് കിട്ടുന്നത്. അപ്പോൾ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫൻസീവ് ലാംഗ്വേജുമായിട്ട് മറ്റൊരാളുമായി സംസാരിക്കുകയാണെങ്കിൽ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അശ്ലീലപരമായോ അല്ലെങ്കിൽ നമ്മൾ തെറി വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം വരെ ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏഴാമത്തെ കാര്യം എന്തെന്നാൽ നമ്മുടെ ക്ലയൻറ്റ് പേരും അല്ലെങ്കിൽ നിക് നെയിംസും ഒക്കെ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇടുന്നെങ്കിൽ നമുക്ക് 90 ദിവസം വരെ ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എട്ടാമത്തെ കാര്യമാണ്. ഈ എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. മിക്കവാറും ബംഗാളികളുടെ നിന്നാണേലും നമുക്കൊക്കെ പണി കിട്ടിയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ടീം കില്ലിങ്, നമ്മുടെ സ്ക്വാഡിലുള്ള ഒരാൾ തന്നെ നമ്മളെ കൊല്ലുക, അതായത് ഗ്രനേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ വണ്ടി ഇടിച്ചോ വല്ലതും കൊന്നു കഴിഞ്ഞാലും നമുക്ക് പെർമനൻറ്റ് ബാൻ വരെ കിട്ടാനുള്ള ചാൻസ് ആണ്. സോ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒമ്പതാമത്തെ കാര്യം എന്തെന്നാൽ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വേറൊന്നുമല്ല, ടീം അപ്പ്. സോ ടീം അപ്പ് ചെയ്താലും നമുക്ക് പെർമനൻറ്റ് ബാൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്പർ 10 എന്ന് പറയുന്നത് ഗെയിം പ്ലേ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ കാസ്ട്രോ, അതായത് ഞാൻ ഒരിക്കലും കാസ്ട്രോ അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുവാണ്. അത് നമ്മൾ PUBG കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ലോബിയിൽ കാസ്ട്രോയെ കാണുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രീമിലോട്ട് കയറിയിട്ട് അദ്ദേഹം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. അതുവഴി അദ്ദേഹത്തെ നമ്മൾ കൊല്ലുകയും ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കാസ്ട്രോയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ അദ്ദേഹം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ 30 ദിവസം വരെ ആയിരിക്കും ബാൻ കിട്ടാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്പർ 11 എന്ന് പറഞ്ഞാൽ പബ്ലിഷിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻസ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻസ്, അതായത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ ഒക്കെ നമ്മൾ പബ്ലിക് ചാറ്റ്, അതായത് ഗ്ലോബൽ ചാറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ജിയിലെ വോയിസ് റെക്കോർഡ് വഴി മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ നമ്പർ 12 എന്ന് പറഞ്ഞാൽ അബ്യൂസിങ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ മാച്ച് റിസൾട്ടൊക്കെ വെച്ച് കളിയാക്കാറുണ്ടല്ലോ. അത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മിക്കവാറും മാച്ച് റിസൾട്ട് വെച്ച് നമ്മൾ കളിയാക്കാറുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർമനൻറ്റ് ബാൻ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ക്രാഫ്റ്റൺ പറയുന്നത്. ഇനി നമ്പർ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അക്കൗണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിന് ബാൻ കിട്ടുന്നതായിരിക്കും, അതായത് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്പർ 40 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്ന് വരുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു കോൾ വന്നു, അങ്ങനെയാണ് നമ്മൾ PUBG റീസെൻ്റ് ആപ്സിലോട്ട് ഇടും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ. സോ അങ്ങനെ അവിടെ ഓട്ടോമാറ്റിക്കലി ഗെയിം പ്ലേ നടക്കുവാണ്. സോ അതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് AFK പറയും അതിന്, എവേ ഫ്രം കീബോർഡ്. സോ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഒരുപാട് പ്രാവശ്യം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടും. സോ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്പർ 15 ഡിസ്റ്റർബിങ് ബിസിനസ് ഓപ്പറേഷൻസ്.
എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പബ്ജിയുടെ മെയിൽ ബോക്സിൽ പോയിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് രേഖപ്പെടുത്താറുണ്ടല്ലേ. അപ്പോൾ ഈ കംപ്ലയിൻറ്റ്സ് ഒക്കെ തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന കസ്റ്റമർ സർവീസ് ഏജൻസിനെ നമ്മൾ കബളിപ്പിക്കുകയാണെങ്കിൽ നമുക്കെതിരെ പെർമനൻറ്റ് ബാൻ കിട്ടാനൊരു ആക്ഷൻ പബ്ജി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പർ 16 എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 17ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പബ്ജിയിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. നമുക്ക് ഫേസ്ബുക്കിലെ അക്കൗണ്ടിലെ DP നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമുക്ക് പബ്ജിയിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ പിക്ചേഴ്സ് എല്ലാം അനാവശ്യമായ പിക്ചേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു അനാവശ്യമായ സന്ദേശം എഴുതിയിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 90 ദിവസം വരെയാണ് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. പെർമനൻറ്റ് ബാൻ ഇല്ല എങ്കിൽ പോലും 90 ദിവസം നമുക്ക് ബാൻ കിട്ടും. ഇപ്പോൾ 18ാമത്തെ കാര്യം എന്തായാലും നമ്മൾ പബ്ജിയിൽ ഒരുപാട് പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താറുണ്ടല്ലേ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നടത്താറുണ്ട് നമുക്ക് യൂസിക്ക് വേണ്ടി. സോ അബ്നോർമൽ ആയിട്ടുള്ള, അതായത് പബ്ജിയുമായി ഡയറക്റ്റ് ഒരു ബന്ധവുമില്ലാതെ നമ്മൾ പേയ്മെൻറ്റോ സബ്സ്ക്രിപ്ഷൻസോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 19ാമത്തെ കാര്യം എന്തെന്നാൽ നമ്മൾ പബ്ജിയുടെ ഓപ്പൺ മാർക്കറ്റ് സ്റ്റോർ പോളിസീസ് ആൻഡ് പ്രോസസ്സിനെയൊക്കെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ നമ്മൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ബാൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി 20ാമതായിട്ട് നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മുടെ പബ്ജിയുടെ അക്കൗണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻ കിട്ടും. അതായത് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടും. നമുക്കറിയാം ഒരുപാട് പേര് അവരുടെ അക്കൗണ്ട് ഒരു പ്രോ അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ അവരത് ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ സെല്ല് ചെയ്ത് ഒരുപാട് പൈസ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ ഒരു ബിസിനസ് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ അക്കൗണ്ട് പെർമനൻറ്റ് ബാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.